ഹലോ ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കെയും പ്രീതിയും ചെന്നിട്ട് സച്ചിയെ കാണാണ്. അപ്പൊ സച്ചി ചോദിക്കുന്നത് തന്നെ അവരൊരു കോൺട്രാക്ട് മാരേജിൽ ഒപ്പുവെച്ചത് അവരുടെ സമ്മതത്തോടു കൂടി തന്നെയല്ലേ, അതിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നങ്ങ് ചോദിക്കുന്ന നേരത്ത് പ്രീതി പറയണുണ്ട്, ശ്രുതി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല, അവളെ ആരെങ്കിലും നിർബന്ധിച്ചു കാണും, ചിലപ്പോൾ അശ്വിൻ സാർ ആവാനും മതി, അങ്ങനെയൊക്കെ നിർബന്ധിച്ചാൽ ആരെങ്കിലും ഒപ്പുവെക്കോ പെങ്ങളെ എന്ന് ചോദിക്കാട്ടോ സച്ചി. അപ്പൊ അതിനോട് യോജിക്കാണ് നമ്മുടെ കുമാരി ശ്രുതി അങ്ങനെയൊന്നും ചെയ്യത്തില്ല, പ്രീതി സിസ്റ്റർ പറഞ്ഞ പോലെ ആരെങ്കിലും നിർബന്ധിച്ചാൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ വഴിയുള്ളൂ എന്ന് പറയുന്ന സമയത്ത് സച്ചി പറയും, നിർബന്ധത്തിന് വഴങ്ങിയില്ലെങ്കിൽ അടുത്ത വഴി പിന്നെ ഭീഷണിയാ, ആ കുട്ടിയുടെ വേണ്ടപ്പെട്ട ആരെയെങ്കിലും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിയെ തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി കാണും. അങ്ങനെ പറയുമ്പോൾ സൈൻ ചെയ്യാതെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നത് നമ്മുടെ പറയുന്നുണ്ട്. അശ്വിൻ ബ്രോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്റെ ബ്രോ, നിങ്ങളുടെ ഈ അശ്വിൻ സായിറാമിനെ കുറിച്ച് ഞാനൊന്ന് അന്വേഷിച്ചു, അയാൾ അത്ര നല്ല പുള്ളിയൊന്നുമല്ല, മൊരടനാണെന്നാ കേട്ടത്, സ്വന്തം കാര്യത്തിന് വേണ്ടി എന്തും ചെയ്യും. അപ്പോ പറയുന്നുണ്ട്, അല്ല നമുക്ക് ശ്രുതി സിസ്റ്ററിനോട് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാലോ, അത് വേണ്ട എന്ന് പറയാണ് പ്രീതി. അങ്ങനെ നമ്മളിതൊക്കെ അറിഞ്ഞു എന്ന് അവൾ അറിഞ്ഞാൽ അത് അവൾക്ക് ഭയങ്കര കുഴപ്പമായിരിക്കും, അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അവളോട് ചോദിക്കണ്ട എന്ന് പറയട്ടെ പ്രീതി. പിന്നെ എന്താ ഒരു മാർഗം എന്ന് ചോദിക്കാണ് സച്ചി. ഒരു വഴിയുണ്ട്, അവൾ ഏതായാലും ഒരു കാറ്ററിംഗ് സർവീസ് നടത്തിയിരുന്നു, അതിന്റെ പാർട്ട്ണർഷിപ്പിൽ നിന്ന് ഒഴിയാന്ന് പറഞ്ഞു കേട്ടു, അങ്ങനെ പാർട്ട്ണർഷിപ്പിന്റെ കാര്യം പറഞ്ഞ് ഒന്ന് ചെന്ന് മുട്ടിയാൽ അത് നന്നായിരിക്കില്ലേ എന്ന് ചോദിക്കട്ടെ പ്രീതി. ഗുഡ് ഐഡിയ, ഞാൻ അങ്ങനെ ഒന്ന് ചെന്ന് ചോദിക്കാം, ആ സിസ്റ്ററിനെ എനിക്ക് വേണ്ട പരിചയമില്ല, ആ നമ്പർ ഒന്ന് സെൻഡ് ചെയ്തേ എന്ന് പറയുമ്പോൾ എനിക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. നിങ്ങളുടെ സിസ്റ്ററിനെ ചെന്ന് കണ്ട് വിവരം ഞാൻ അറിയിക്കാന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോവാണേ. അങ്ങനെ നമ്മുടെ സച്ചി ശ്രുതിയെ ചെന്ന് കാണാണ് കേട്ടോ. മാഡം ഒന്നും പറഞ്ഞില്ലല്ലോ, അയ്യോ നിങ്ങൾ ഈ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ വരണമെന്നുണ്ടായിരുന്നില്ല, ഞാൻ പൂർണ്ണമായിട്ട് രമ്യ ചേച്ചിക്ക് വിട്ടുകൊടുത്തേക്ക് ആ ഷോപ്പ്, അവരെ ചെന്ന് കണ്ടാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാൻ അവരെ ചെന്ന് കണ്ടിരുന്നു, അവരാ പറഞ്ഞത് എനിക്കിപ്പോ ശ്രുതി മാഡത്തിന് തരാനുള്ള ക്യാഷ് ഒന്നും കയ്യിലില്ല, അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യങ്ങളൊന്ന് ധാരണയിലാക്കണമെന്ന്. അതിന് ഞാൻ രമ്യ ചേച്ചിയോട് ക്യാഷിനെ പറ്റിയൊന്നും സംസാരിച്ചില്ലല്ലോ, എനിക്ക് പറ്റാത്തതുകൊണ്ട് അത് ഒഴിയാ എന്ന് മാത്രല്ലേ പറഞ്ഞോളൂ എന്നങ്ങ് പറയുന്ന നേരത്ത് നമ്മുടെ സച്ചി പറയും, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മാഡം, ഞാൻ ആ പാർട്ട്ണർഷിപ്പ് എടുത്താ പിന്നെ അവരുമായിട്ടുള്ള പ്രശ്നത്തിന് ഞാനൊരു ബാധ്യത ആവരുതല്ലോ, അതിന്റെ പേരിൽ നമ്മൾ ഒരു കരാർ ഒപ്പുവെക്കേണ്ടേ മാഡം എന്ന് ചോദിക്കുമ്പോൾ, ഓ നിങ്ങൾക്ക് വേണം ഈ കോൺട്രാക്ട്, ഈ ആണുങ്ങളെല്ലാം ഇങ്ങനെയാ, ജീവിതത്തിൽ ഞാൻ ഇയാളെ ആദ്യമായിട്ട് കാണാം, അയാൾക്കും വേണം കോൺട്രാക്ട്. അതെ മിസ്റ്റർ, ഞാൻ വേണമെങ്കിൽ രമ്യ ചേച്ചിയെ വിളിച്ച് പറയാം, എനിക്ക് എതിർപ്പൊന്നും ഇല്ല എന്ന്, അല്ലാതെ നിങ്ങളുടെ കരാറടിസ്ഥാനത്തെ ഒപ്പുവെക്കാനൊന്നും എന്നെ കിട്ടില്ല എന്ന് പറയാട്ടോ. അപ്പൊ വീണ്ടും വീണ്ടും നമ്മുടെ സച്ചിയാണെങ്കിൽ ഇങ്ങനെ കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അശ്വൻ ശ്രുതിയെ കൊണ്ട് കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യിപ്പിച്ച കാര്യം ശ്രുതി പറയാതെ പറഞ്ഞു പോവാണ് കേട്ടോ. അയ്യോ മാഡം, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച കാര്യം ഓർത്തിട്ട് തന്നെ എനിക്ക് വല്ലാതെ തോന്നുക, അല്ല അങ്ങനെ ചെയ്യിപ്പിക്കാൻ യാതൊരു വഴിയില്ല, ഭാര്യയും ഭർത്താവും ആവുമ്പോ അങ്ങനെ എന്തിനാല്ലേ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യിപ്പിക്കുന്ന എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതിക്ക് കലി പൂണ്ട്. ശ്രുതി പറയും, എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെ ആവണമെന്നില്ല, കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യിപ്പിക്കുന്ന ഭർത്താക്കന്മാരും ഉണ്ട്, 6 മാസം വരെയല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ എനിക്ക് എന്റെ വീട്ടിൽ പോകാമല്ലോ, സ്വസ്ഥമായിരിക്കാലോ, പിന്നെ ആരും ഒരു വഴക്കിനും വരത്തില്ലല്ലോ എന്നൊക്കെ അങ്ങ് പറഞ്ഞു പോവാട്ടോ. അല്ല ഇതൊക്കെ ഞാൻ എന്തിനാ നിങ്ങളോട് പറയുന്നേ, നിങ്ങൾ എന്താന്ന് വെച്ച ചെയ്യേ എന്നും പറഞ്ഞ് ശ്രുതി അങ്ങ് പോവാട്ടോ. അങ്ങനെ ശ്രുതിയുമായിട്ട് സംസാരിച്ച് നമ്മുടെ പ്രീതിയോടും കെയോടും വന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അശ്വിനെ കാണാനായിട്ട് സച്ചി പോവാണ്, കൂടെ ഒരു ഹെൽപ്പിനെ കെയും വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു റോട്ടിൽ സച്ചിയുടെ കാറ് കേടുവന്നതുപോലെ അഭിനയിക്കാണ്. അപ്പോൾ നമ്മുടെ ആണ് കേട്ടോ അശ്വിൻ വരുന്ന സിഗ്നലൊക്കെ കൊടുക്കുന്നത്. അശ്വിനാണെങ്കിൽ ഹോണടിയാണേ, വണ്ടി കേടുവന്ന് കിടക്കുന്നത് കണ്ടില്ലേ, ഹോണടിച്ച് മരിക്കണ്ട എന്ന് പറയട്ടോ സച്ചി. അപ്പോഴേക്കും നമ്മുടെ അശ്വിൻ അവിടുന്ന് ഇറങ്ങി വരുന്നുണ്ട്. വാട്ട് ദ ഹെൽ, വണ്ടി കേടുവന്നെന്ന് പറഞ്ഞാൽ ഒന്ന് മാറ്റിയിട്ടൂടെ, മറ്റുള്ളവർക്ക് ഈ റോട്ടിലൂടെ പോണ്ടേ എന്ന് ചോദിക്കട്ടോ. എടാ മാറിക്കിടക്കട ഹോയെ എന്ന് പറഞ്ഞാൽ എന്റെ വണ്ടിക്ക് എന്റെ ഭാഷയൊന്നും മനസ്സിലാവില്ല, അങ്ങനെയാണെങ്കിൽ പറഞ്ഞു നോക്കായിരുന്നു എന്ന് പറയട്ടോ സച്ചി. അപ്പൊ തന്നെ അശ്വിനെ ദേഷ്യം പിടിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ 10-11 സ്പാൻഡർ ഉണ്ടോ, എന്തോ ഒരു മിസ്സിങ് എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മുടെ സച്ചി വിഷയം മാറ്റാൻ കേട്ടോ. അയ്യോ അശ്വിൻ സായിറാം സാറല്ലേ, കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല സാർ, വണ്ടിക്ക് പെട്ടെന്നായിരുന്നു എന്തൊക്കെയോ മിസ്സിങ്. അപ്പൊ അശ്വിൻ പറയുന്നുണ്ട്, പതിവായിട്ട് മിസ്സിങ് ഉള്ള വണ്ടി ആദ്യം വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ശരിയാക്കണം, അല്ലാതെ ഇങ്ങനെ വഴിയാത്രക്കാരെ ബുദ്ധിമുട്ടിക്കല്ല വേണ്ടത്, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം സാർ എന്ന് പറഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം നമ്മുടെ അശ്വിനാണെങ്കിൽ വണ്ടിയിൽ കയറി ഇരിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴേക്കും, സാർ എനിക്ക് ഒരു കാര്യം സംസാരിക്കാനുണ്ട്, സാറിനെ കുറിച്ച് ഭാര്യ ഒരുപാട് എൻ്റെ അടുത്ത് പറഞ്ഞു,
ആരുടെ ഭാര്യ? സാറിന്റെ ഭാര്യ തന്നെ. അല്ലാതെ എന്റെ ഭാര്യയ്ക്ക് എങ്ങനെ സാറിനെ അറിയാനാ? ശ്രുതിയും താനും തമ്മിൽ എങ്ങനെയാ പരിചയം? അത് കൊള്ളാം. എന്നെ കുറിച്ച് സാറിന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. ഞാൻ ശ്രുതി മാഡത്തിന്റെ പുതിയ പാർട്ട്ണറാ. ഞങ്ങൾ ഒരു ഷോപ്പും കൂടി ഓപ്പൺ ചെയ്യാനുള്ള പരിപാടിയുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു മാഡം എന്നൊക്കെ ചോദിക്കുന്ന നേരത്തെ നമ്മുടെ അശ്വിനാണെങ്കിൽ ദേഷ്യം പിടിച്ച് നിൽക്കാട്ടോ. കഴിഞ്ഞോ എന്ന് ചോദിക്കാട്ടോ അശ്വിൻ. കഴിഞ്ഞില്ല, നടത്താൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ അശ്വിന്റെ ദേഷ്യം കണ്ട് സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല സാറും മാഡം തമ്മിൽ ധാരണയില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ? എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ അശ്വിൻ അങ്ങോട്ട് പിടിവിട്ടു പോവാട്ടോ. ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം, അത് തീർക്കാൻ താൻ വരണ്ടെന്ന് പറഞ്ഞിട്ട് കയറി അങ്ങ് പോവാട്ടോ.